ഒന്നാം തീയതികളിലുള്ള ഡ്രൈ ഡേ ഒരു പഴഞ്ചൻ ആശയമാണെന്ന് ബെവ്കോ CMD ഹർഷിത അട്ടലൂരി. മാസത്തിലെ ആദ്യ ദിവസം ഡ്രൈ ഡേ നൽകുന്നതിൽ എന്താണ് അർത്ഥമെന്നും അത് ആഘോഷ ദിവസങ്ങളാണെങ്കിൽ ജീവനക്കാർക്ക് സഹായമാകുമെന്നും ഹർഷിത അട്ടലൂരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബിവറേജസുകളിലെ മുന്നിലെ നീണ്ട ക്യൂ ഒഴിവാക്കാൻ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ ആലോചിക്കുന്നതായും ബെവ്കോ CMD പറഞ്ഞു. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ഷോപ്സിടെ നമുക്ക് ലുക്കും മെച്ചപ്പെടുത്തിയിട്ട് ഡിഗ്നിഫൈഡ് എൻവയൺമെൻറ്റിൽ സാധനം വാങ്ങണം. സോ അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ്സ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. വിത്തിൻ 1.5 months we are targeting 4 places. First, we want it to be open always. പക്ഷേ ഞങ്ങൾ മാൻ പവർ വേണ്ടി വരും. സിംഗിൾ ഷിഫ്റ്റ് സിസ്റ്റമാണ്. പിന്നെ ഞങ്ങൾ ഡബിൾ ഷിഫ്റ്റ് സിസ്റ്റത്തിലേക്ക് പോകേണ്ടി വരും ഇനി ഈ സമയം കൂട്ടി കഴിഞ്ഞാൽ. പക്ഷെ അതിനുവേണ്ടി കുറച്ചൊക്കെ ഞങ്ങൾ സ്റ്റാഫ് സ്ട്രെങ്ത് കൂട്ടി തന്നാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ. ഡ്രൈ ഡേ ഈസ് എൻ ഓൾഡ് കോൺസെപ്റ്റ്. ഈ ഡ്രൈ ഡേ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി ഫെസ്റ്റിവൽ ദിവസങ്ങളിലും ഞങ്ങളുടെ സ്റ്റാഫ് മൊത്തം വർക്കാണ് ചെയ്യുന്നത്. ദീപാവലി ആയാലും ശരി ഏതായാലും ശരി വർക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് എന്ന് പറഞ്ഞാൽ ഫോർ വാട്ട്. സോ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ വി ക്യാൻ ഗിവ് അനദർ 12 days another leave to the staff. സുനിഷ അയ്യൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യൂർ, ഹർഷിത അട്ടല്ലൂരി പറയുന്നത് ചില ആളുകളെ എങ്കിലും സന്തോഷിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ ഡേ പോയി അത് വെഡ് ഡേ ആവുമോ? അത് തന്നെയാണ് അരുൺ, നമ്മളിത് പറയുമ്പോഴും ഒരുപാട് പേരുടെ സംശയം അത് തന്നെയായിരുന്നു. ഡ്രൈ ഡേ പോകുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അത് തന്നെയാണ് ഹർഷിത അട്ടല്ലൂരിയും പറയുന്നത്. ഡ്രൈ ഡേ ഈ മാസത്തിലെ 1-ാം തീയതി ആക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നതാണ്. അതൊരു പഴഞ്ചൻ രീതിയായി തന്നെയാണ് ഈ ഹർഷിത അട്ടല്ലൂരി CMD ആണ്, ബെവ്കോയുടെ CMDയും ഈ വിഷയം പറയുന്നത്. അതായത് പ്രധാനമായും ഈ 1-ാം തീയതി ആക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം, അതിന് പകരം മറ്റൊരു ദിവസം എന്നുള്ളതാണ്. അങ്ങനെ ഡ്രൈ ഡേ വേണമെന്നാണെങ്കിൽ അതൊരു ഫെസ്റ്റിവൽ ദിവസമാക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. കാരണം ഫെസ്റ്റിവൽ ദിവസമൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പണിയാണ് ഈ ബെവ്കോയിലെ ഔട്ട്ലെറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മണിക്കൂറുകളോളം പണിയെടുക്കേണ്ട സ്ഥിതിയൊക്കെ തന്നെയും ഈ ഫെസ്റ്റിവൽ സമയങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫെസ്റ്റിവൽ സമയത്തിലേക്ക് ഈ ഡ്രൈ ഡേ എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നത് തന്നെയാണ് ബെവ്കോ CMD പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ളത് ഏതായാലും അത് വേണമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. അതൊരു കാലഹരണപ്പെട്ട അല്ലെങ്കിൽ പഴഞ്ചനൊരു ആശയമല്ലേ എന്നതാണ് ബെവ്കോ CMDയും പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോഴും ഈ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലൊക്കെ വലിയ ക്യൂ ആണ്. രാവിലെ 10 മുതൽ 9 മണി വരെയാണ് ബിവറേജസ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും വലിയ ക്യൂ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരാനാണ് ഇത്തരത്തിലുള്ള പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങണം എന്നുള്ളൊരു ആശയത്തിലേക്ക് കൂടി കടക്കുന്നത് എന്നതാണ് ബെവ്കോ CMD പറഞ്ഞത്. അതായത് കൃത്യമായി ആളുകൾക്ക് വന്ന് സൗകര്യപ്രദം വാങ്ങാനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് പോകുന്നത്. അതായത് സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങുക എന്നാണ്. ഓരോ ജില്ലയിലും ഓരോ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങിക്കൊണ്ട് ആളുകൾക്ക് കൂടുതൽ, അതായത് ഇത്രയധികം ക്യൂ നിന്നുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ എത്താൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക എന്നതാണ്. പക്ഷേ നിലവിലെ സ്ട്രെങ്ത് വെച്ച്, അതായത് സ്റ്റാഫ് സ്ട്രെങ്ത് വെച്ച് വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താൻ. പക്ഷേ അങ്ങനെ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് കൂടുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു ആശയത്തിലേക്ക് കടക്കുമെന്നും അങ്ങനെ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങിക്കൊണ്ട് ഈ ബുദ്ധിമുട്ടിനും കൂടി പരിഹാരം ഉണ്ടാക്കുമെന്നുള്ളത് കൂടിയാണ് ബെവ്കോ CMD പ്രതികരിച്ചത്. ഓക്കെ, താങ്ക് യു. സുനിഷ അയ്യൂരാണ് നമുക്കൊപ്പം ചേർന്നത്. ശരിയല്ലേ, ഈ മാസത്തിലെ 1-ാം തീയതി ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നതിന്റെ യുക്തി എന്താ? അത് ശമ്പളം കിട്ടുന്ന ദിവസം ആളുകൾ അന്ന് പോയി കള്ളു കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1-ാം തീയതി എന്ന് പറയുന്നൊരു ദിവസം കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ മാസശമ്പളം ഉള്ളവർ മാത്രമാണോ ഈ കള്ളു കുടിക്കാൻ ബിവറേജിൽ പോയി നിൽക്കുന്നത്? മാത്രമല്ല അതിന് 1-ാം തീയതി ശമ്പളം കിട്ടിയിട്ട് വേണോ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അപ്പോൾ ആ 1-ാം തീയതിക്ക് യാതൊരു അടിസ്ഥാനവും നിലവിലില്ല. ഹർഷിത അട്ടല്ലൂരി പറയുന്ന പോലെ വലിയ ആഘോഷമൊക്കെയുള്ള ദിവസങ്ങളിൽ അവധി കൊടുത്താൽ ബിവറേജ് ഉദ്യോഗസ്ഥർക്കും ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം. മാത്രമല്ല കള്ളുകൂടി പ്രോത്സാഹിപ്പിക്കാതിരിക്കാനാണെങ്കിൽ വലിയ തിരക്കുള്ളൊരു അവധി ദിവസം അവധി കൊടുക്കുന്നതായിരിക്കും നല്ലത്. നീ എന്തിനാണ് അവധി കൊടുക്കുന്നത്? കുടിക്കാൻ താല്പര്യമുള്ളവർ പോയി കുടിക്കുന്നു, കുടിക്കാൻ താല്പര്യമില്ലാത്തവർ കുടിക്കുന്നില്ല, വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്നവരും ഒരു ഭാഗത്തുണ്ട്. നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.